प्यारे भाइयों बहनों, आप समझना चाहिए हिंदी हमारे राष्ट्रभाषा है, इसलिए आप सब हिंदी समझना चाहिए। नहीं पढ़ा? मालूम है? अच्छा, तो हिंदी में ईश्वर का वचन पढ़ना चाहिए। हिंदी बाइबल एक अपने हाथ में रखना चाहिए। हिंदी में ईश्वर का वचन बहुत मधुर है। यूहन्ना का सुसमाचार में कहा है, आदि में शब्द था, शब्द ईश्वर के साथ था, शब्द ईश्वर ही था। കണ്ടോ വ്യത്യാസം? കണ്ടോ? യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായം 1-ാമത്തെ വചനം മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ആദിയിൽ വചനമുണ്ടായി. അപ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു ലിഖിത രൂപത്തിലാണ്. പക്ഷേ ലിഖിത രൂപത്തിലല്ല വചനം ആദ്യം ഉണ്ടായത്. എങ്ങനെ ഉണ്ടായത്? ശബ്ദമായിട്ടാണ്. ആദിമേം शब्द था, शब्द ईश्वर के साथ था, शब्द ईश्वर ही था। सब कुछ उसके द्वारा बना गया, उसके बिना कुछ भी नहीं बना। उसमें जीवन था, उस जीवन इंसान का ज्योति था। उस ज्योति अंधकार में चमकती है, अंधकार उसको नहीं बुझा सका। അപ്പോൾ നമ്മൾ കുറച്ച് ഹിന്ദിയൊക്കെ പഠിക്കണം, നല്ലതാണ്. അതിനകത്ത് പ്രധാന കാര്യം പല ആശയങ്ങളും അത് ഏത് ഭാഷകൾ 2-3 ഭാഷകളിൽ ബൈബിൾ പഠിക്കണം. കുറച്ച് പഠിക്കണവർ ഗ്രീക്ക് ലാറ്റിനൊക്കെ പഠിക്കണത് നല്ലതാണ്. കുറച്ച് വാക്കുകളെങ്കിലുമൊക്കെ എടുത്ത് അതിനകത്ത് പല പദങ്ങൾക്കും മലയാളത്തിൽ വായിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമൊന്നുമല്ല അതിൻ്റെ മൂല ഗ്രന്ഥത്തിൽ ഉള്ള അർത്ഥം. ഓക്കെ, നമുക്ക് ദൈവനീതിയെക്കുറിച്ച് തുടരാം. ഓക്കെ, ദൈവനീതിയെക്കുറിച്ച് ഇനി തുടരുമ്പോൾ നമ്മൾ ഇന്നലെ 3-ാം അധ്യായത്തിൽ റോമർ 3